ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ബൊറൂട്ടോയും കോഡും അവർ രണ്ടുപേരും ഫേസ് ടു ഫേസ് വരികയാണ്. കോഡാണെങ്കിൽ ബൊറൂട്ടോട് പറയും, ഓ നിന്നെ ഇത്ര പെട്ടെന്ന് കാണാൻ കഴിയുമെന്ന് ഞാൻ കരുതിയതല്ല. ഒട്സുസുഗിയുടെ വെസലല്ലേ നീ, സാക്ഷാൽ ബൊറൂട്ടോ. സത്യത്തിൽ എനിക്ക് നിന്നോട് റെസ്പെക്റ്റ് ആണ്. കാരണം ഒട്സുസുഗിയുടെ ഒരംശം നിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ കൊല്ലില്ല. 10 ടൈലിന് നിന്നെ ഞാൻ സമ്മാനമായിട്ട് ഭക്ഷിക്കാനായിട്ട് കൊടുക്കും. അതിലൂടെ ക്രിയേറ്റ് ആവുന്ന ആ ഡയമണ്ട് ട്രീ ഫ്രൂട്ട് അത് ഞാൻ കഴിച്ച് ഞാൻ ഒട്സുസുഗിയുടെ ആഗ്രഹം അത് നിറവേറ്റെന്ന് പറഞ്ഞ് അവനെങ്ങനെ ഹായ് ആയിട്ട് നിൽക്കുകയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കേട്ട് പുച്ഛത്തോടെ അവനോട് പറയും, നീയും നിന്റെ ആൾക്കാരും ചിന്തിക്കുന്നത് പോലെ ഒന്നും തന്നെ നടക്കാൻ പോകുന്നില്ല. ഇവിടെ വെച്ച് ഞാൻ നിന്നെ ഇല്ലാതാക്കും. ഇവിടെ അത് കേൾക്കേണ്ട താമസം അവന്റെ പവർ അതങ്ങനെ അവേക്കൻ ചെയ്യാണ്. കവാക്കി ആണെങ്കിൽ ബൊറൂട്ടോട് പറയും, ബൊറൂട്ടോ നീ എന്തായി ചെയ്യണേ? അതിനെക്കുറിച്ച് നിനക്കറിയില്ല. അവന്റെ പവറിന്റെ ഈക്വൽ ആയിട്ട് നിനക്ക് പവർ എത്തിക്കാനായിട്ട് പറ്റില്ല. അവന്റെ മുൻപിൽ നീ ഫെയിൽ ആവും. അവിടെ അങ്ങനെ സീൻ കട്ട് ചെയ്താ ഇവിടെ ഏനോ അവളാണെങ്കിൽ അവളുടെ ഫുൾ പവർ ഉപയോഗിച്ച് അവിടെ മുഴുവൻ ചെക്ക് ചെയ്യും. പക്ഷേ എവിടുന്നും ബാക്കിയുടെ ചക്ര പവർ അവളെ കൊണ്ട് സെൻസ് ചെയ്യാൻ കഴിയില്ല. അവളാണെങ്കിൽ നറൂട്ടോട് പറയും, എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിച്ചു നോക്കി. അവന്റെ ചക്ര പവർ അത് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നെ കൊണ്ട് അവനെ കണ്ടെത്താനാവുന്നില്ല. അത് കേട്ട് നറൂട്ടോ ആണെങ്കിൽ ഒരു സെക്കൻഡ് ബൊറൂട്ടോയെ നോക്കും. ബൊറൂട്ടോയെ അവനെ അവിടെ കാണുന്നില്ല. റൂം തുറന്നു നോക്കും, അവിടെയും ബൊറൂട്ടോ ഇല്ല. ഉടനെ നറൂട്ടോ ടെൻസ്ഡായി ആ സെക്യൂരിറ്റിയോട് ബൊറൂട്ടോ എവിടെയും ചോദിക്കുകയാണ്. സെക്യൂരിറ്റി ആണെങ്കിൽ ബൊറൂട്ടോടെ ചക്ര പവർ സെൻസ് ചെയ്യും. പക്ഷെ അവിടെ എവിടെയും ബൊറൂട്ടോടെ ചക്ര പവറും സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അവൻ ആ കാര്യം നറൂട്ടോയെ അറിയിക്കും. ഇതാ ഇവിടെ നറൂട്ടോയും കോഡും അവർ രണ്ടുപേരും വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് ഇപ്പൊ പരസ്പരം ഏറ്റുമുട്ടുകയാണ്. നറൂട്ടോ ആണെങ്കിൽ ഞൊട്ടിയിടയിൽ അവന്റെ റെസണൻ പവർ ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ ആ വില്ലനെ ആഞ്ഞടിക്കുകയാണ്. അവന്റെ ഗ്ലൗ ലൈൻ വഴി അങ്ങനെ രക്ഷപ്പെട്ട് മറ്റൊരു ഭാഗത്ത് വിസിബിൾ ആവും. അതിനുശേഷം ബൊറൂട്ടോ ആണെങ്കിൽ ലൈറ്റിംഗ് പവർ ഉപയോഗിക്കും. അതിൽ നിന്നും അവൻ ഈസി ആയിട്ട് തെന്നി മാറി ഇപ്പൊ ബൊറൂട്ടോയുടെ മുൻപിലേക്ക് വരും. ഓ നീ നിന്റെ കർമ്മ പവറും നിന്റെ സെൽഫ് പവറും ഒക്കെ കമ്പൈൻ ചെയ്ത് അറ്റാക്ക് ചെയ്യാണല്ലേ? ഓക്കെ, എന്റെ കർമ്മ പവർ അതെന്താണെന്ന് എനിക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അവന്റെ വൈറ്റ് കർമ്മ പവർ അവേക്കൻ ചെയ്യും. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര അത്ഭുതം. വൈറ്റ് കർമ്മ പവർ അത്ഭുതത്തോടു കൂടെ അതങ്ങനെ സ്പ്രെഡ് ആവുന്നത് നോക്കി നിൽക്കും. കോഡാണെങ്കിൽ അവന്റെ വൈറ്റ് കർമ്മ ഉപയോഗിച്ച് ഇപ്പൊ ബൊറൂട്ടോയെ അങ്ങനെ തല്ലി തല്ലി കൊല്ലുകയാണ്. ഇവിടെ കൊവാക്കിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആ വൈറ്റ് കർമ്മ പവർ എത്രമാത്രം ഡേഞ്ചർ ആണെന്ന് അതിപ്പോഴാണ് അവൻ തിരിച്ചറിയുക. കോഡാണെങ്കിൽ ബൊറൂട്ടോട് പറയും, നിനക്കൊരു കാര്യം അറിയോ? കർമ്മ പവർ അത് കൂടുതൽ സ്ട്രെങ്ത് ആവണമെങ്കിൽ ട്രെയിനിങ് ചെയ്യണം. കൂടുതൽ ബാറ്റിൽ ഫീൽഡിലേക്ക് ഇറങ്ങി കളിക്കണം. എങ്കിൽ മാത്രമേ അത് കൂടുതൽ പവർഫുൾ ആവൂ. ഒട്സുസുഗിയിലുള്ള എല്ലാവരും ഒരുപാട് വലിയ വലിയ യുദ്ധങ്ങളൊക്കെ നടത്തിയിട്ടുള്ള വാരിയേഴ്സ് ആണ്. അതുകൊണ്ടാണ് അവർക്ക് അത്രയും പവറും സ്ട്രെങ്ത്തും ഒക്കെ ഉള്ളത്. ഒരു കാരണവശാലും നിന്നെപ്പോലൊരു നിസ്സാരന് അവരെ തോൽപ്പിക്കാൻ പറ്റില്ല. കോഡാണെങ്കിൽ ബൊറൂട്ടോയുടെ തൊട്ടടുത്തെത്തി മോമോസുഗി ഒട്സുസുജിയുടെ പവർ അത് ഇത്രയും വീക്കാണോ ചോദിച്ച് അവനെ അങ്ങനെ മണ്ണിലേക്ക് ചവിട്ടി അമർത്തുകയാണ്. കവാക്കിയാണെങ്കിൽ ആ കാഴ്ച കണ്ട് ബൊറൂട്ടോയുടെ പേര് വിളിച്ച് ഒച്ചത്തിൽ അലറുകയാണ്. പക്ഷെ അടുത്ത നിമിഷം ബൊറൂട്ടോയുടെ ബോഡി അതാ ഒട്സുസുജി ടേക്ക് ഓവർ ചെയ്ത് ബ്ലൂ കളറിലെ പവർ അത് നല്ല രീതിയിൽ ഇപ്പോൾ പുറത്തേക്ക് വരാനായിട്ട് തുടങ്ങും. കവാക്കിയാണെങ്കിൽ ആ കാഴ്ച കണ്ട് ഒരു സെക്കൻഡ് അങ്ങനെ ഫ്രീസ് ആയി പോവും. ഉടനെ ബൊറൂട്ടോ ക്യാഷ്വലായിട്ട് കവാക്കിയെ നോക്കി പറയും, ഇനി ഇവിടെ നീ നിൽക്കാനായിട്ട് പാടില്ല. ഒരല്പം ദൂരേക്ക് മാറി നിൽക്ക്. കവാക്കിക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര അത്ഭുതം. കാരണം ഒട്സുസുജി അവന്റെ ബോഡി ടേക്ക് ഓവർ ചെയ്തിട്ടും ബൊറൂട്ടോയ്ക്ക് അവന്റെ ബോഡിയിലുള്ള കൺട്രോള് അത് നഷ്ടപ്പെട്ടിട്ടില്ല. ഇവിടെ ബൊറൂട്ടോ അവൻ പാഞ്ഞു വന്ന് ഇപ്പൊ കോഡിന് അറഞ്ച് പൊറഞ്ച് ഇടിക്കുകയാണ്. ഇടികിട്ടി അവൻ ഓരോ ഭാഗത്തേക്കും തെറിച്ചു വീഴും. അപ്പോഴായിരിക്കും ബൊറൂട്ടോയുടെ യഥാർത്ഥ പവർ അവൻ മനസ്സിലാക്കുക. ബൊറൂട്ടോ ആണെങ്കിൽ റസനൻ പവർ എടുത്ത് അവന് നേരെ പാഞ്ഞടുക്കും. അവനാണെങ്കിൽ അവന്റെ ക്ലൗ പവറിലൂടെ അങ്ങനെ രക്ഷപ്പെട്ട് മാറുകയാണ്. അതിനുശേഷം അവൻ ആ ചുന്തിരെ കോണ്ടാക്ട് ചെയ്ത് ബൊറൂട്ടോയുടെ ചേഞ്ചിന്റെ കാരണം അന്വേഷിക്കും. അതിന് അവള് പറയും, ആ ഡോക്ടർ ആമഡോ ഒരു മെഡിസിൻ അവന് കൊടുത്തിരുന്നു. അതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ടായിരിക്കാം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അത്ഭുതം മറ്റൊന്നുമല്ല, അവനിപ്പോ ഒട്സുസുജി പവർ അതുപോലും കൺട്രോൾ ചെയ്യാണ്. കട്ട് ചെയ്താ ഇവിടെ ഏനോ അവളാണെങ്കിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ബൊറൂട്ടോയുടെ ചക്ര പവർ അത് സെൻസ് ചെയ്ത് അവന്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ചിരിക്കുകയാണ്. നറൂട്ടോ ആണെങ്കിൽ ആ കാര്യം ഏനോട് ചോദിച്ചു മനസ്സിലാക്കും. കാരണം നറൂട്ടോയ്ക്ക് അറിയാം ബൊറൂട്ടോ എവിടെയുണ്ടോ അവിടെ തന്നെ കൊവാക്കി ഉണ്ടാവും. ഉടനെ ഷിക്കവരുവാണെങ്കിൽ അവിടേക്ക് ചാടി വരികയാണ്. നറൂട്ടോ, ഇനി നീ ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല. ആ കോഡിന്റെ പവർ അത് ഞാൻ സെൻസ് ചെയ്ത് കഴിഞ്ഞു. അവിടെ തന്നെ മറ്റു 2 പവറുകൾ കൂടെ എനിക്ക് കണ്ടെത്താനായി. തീർച്ചയായിട്ടും അവരവിടെ തന്നെയുണ്ട്. ഈ ഒരു അവസ്ഥയിൽ നീ കളത്തിലിറങ്ങാൻ പാടില്ല. ഓൾറെഡി 9 ടൈലിന്റെ പവർ അതിപ്പോൾ നിന്നോടൊപ്പം ഇല്ല. പക്ഷെ നറൂട്ടോയ്ക്കാണെങ്കിൽ മാറി നിൽക്കാനായിട്ട് കഴിയില്ല. അവന്റെ 2 മക്കളാണ് ഇപ്പോൾ കോഡിന് മുൻപിൽ പെട്ടുപോയത്. നമുക്ക് 2 പേർക്കും ചേർന്ന് അവിടേക്ക് പോവാന്ന് പറയും. അത് കേട്ട് ഹിനട്ട അവൾ പുറത്തേക്ക് ഓടി വന്ന് പറയും, ഞാനും നിങ്ങളോടൊപ്പം വരും. നറൂട്ടോ ആണെങ്കിൽ അത് കേട്ട് കൂടുതൽ സ്ട്രെസ്ഡ് ആവും. ഹിനട്ട, നീ എന്തായി പറയണേ?
ഹേമാവരി അവളിവിടെ തനിച്ചാണ്. തീർച്ചയായിട്ടും നിന്റെ പ്രൊട്ടക്ഷനും നിന്റെ കെയറും അത് അവൾക്ക് ആവശ്യമാണെന്ന് പറയും. ഉടനെ ഹേമാവരി ആണെങ്കിൽ ഭയന്ന് വരയ്ക്കുന്ന കണ്ണുകളോടുകൂടെ അമ്മയുടെ അരികിലേക്ക് വന്ന് അമ്മയുടെ കൈ ചേർത്ത് പിടിക്കും. അതിനുശേഷം നറൂട്ടോട് ചോദിക്കും, പപ്പ, ബിഗ് ബ്രദേഴ്സ് അവർ സേഫായി തിരികെ എത്തില്ലേ? ഉടനെ നറൂട്ടോ ആണെങ്കിൽ ചാടി എഴുന്നേറ്റ് സ്റ്റൈലായി ഇപ്പോ ഹേമാവരിയെ നോക്കും. പപ്പയുടെ പവർ എന്താണെന്ന് നീ കാണാൻ പോകുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും നിന്റെ ബ്രദേഴ്സ് അവർ തിരികെ എത്തുമെന്ന് പറയും. കാരണം നറൂട്ടോയ്ക്ക് അവന് നയൻ ടെയിലിനെ നഷ്ടപ്പെട്ടാലും സേജ് പവർ അതിപ്പോഴും നറൂട്ടോയുടെ കൂടെ തന്നെയുണ്ട്. കട്ട് ചെയ്ത ഇവിടെ ബൊറൂട്ടോ ആണെങ്കിൽ ആ കോഡ് വില്ലന്റെ ക്ലൗൺസ് ആ ക്ലൗൺ ലൈൻ പവർ അത് അബ്സോർബ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതിന് കവാക്കി പറയും, നിന്നെ കൊണ്ട് ഫിസിക്കൽ പവറിനെ അബ്സോർബ് ചെയ്തെടുക്കാൻ കഴിയില്ല. സത്യത്തിൽ ബൊറൂട്ടോ നിനക്ക് എന്താ സംഭവിച്ചേ? ഓട്സുസൂജിയുടെ പവർ അതെങ്ങനെ നിനക്ക് അവേക്കനായി? അതിന് നിനക്കെങ്ങനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നു? ഇതൊന്നും എനിക്ക് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. അതിന് ബൊറൂട്ടോ അവൻ അല്പനേരം ശാന്തമായിട്ട് നിന്ന് കവാക്കിയോട് പറയും, എനിക്കും ഇവിടെ എന്താ നടക്കണമെന്ന് മനസ്സിലാവുന്നില്ല. ഒരുപക്ഷെ ഡോക്ടർ ആമഡോ തന്ന മെഡിസിൻ്റെ സൈഡ് എഫക്റ്റ് ആയിരിക്കും ഇത്. ആദ്യമായിട്ടാണ് ഒട്സുസുകിയുടെ പവർ അത് എന്നിൽ ഇതുപോലെ അവേക്കനാവുന്നതും എനിക്കതിനെ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നതും. കവാക്കി ബൊറൂട്ടോ പറയുന്നത് കേട്ട് അവനൊരു വാണിംഗ് കൊടുക്കും. ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തി ഫൈറ്റ് ചെയ്യരുത്, അത് വലിയ അപകടത്തിലേക്ക് വഴിവെക്കും. അതിന് ബൊറൂട്ടോയും ഓക്കെ പറഞ്ഞ് വീണ്ടും അടുത്ത ബാറ്റിലിന് തയ്യാറാവും. ബൊറൂട്ടോ ആണെങ്കിൽ കവാക്കിയോട് മാറി നിൽക്കാൻ പറഞ്ഞ് ഇപ്പോൾ ആ കോഡിൻ്റെ അടുത്തേക്ക് വരും. കോഡ് പറയും, ഓ നീ ഡോക്ടർ ആമഡോ തന്ന മെഡിസിനൊക്കെ കഴിച്ച് ഒട്സുസുഗി പവറിനെ പോലും കൺട്രോൾ ചെയ്യാൻ കേപ്പബിൾ ആയല്ലേ? സത്യത്തിൽ ഇപ്പോഴാണ് നീ എനിക്ക് കറക്റ്റ് ഒരു വെസലായി മാറിയത്. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. ഒട്സുസുഗി പവർ അത് നിന്റെ ബോഡിയിൽ വരുന്ന അതേ സമയം തന്നെ വേണം എനിക്ക് നിന്നെ 10 ടെയിലിന് ഭക്ഷണമായിട്ട് കൊടുക്കാൻ. സോ ഇതാണ് പെർഫെക്റ്റ് ടൈം എന്ന് പറയും. ബൊറൂട്ടോ ആണെങ്കിൽ അവൻ പറയുന്നത് കേട്ട് ഡബിൾ ഷോക്കാവും. കാരണം മെഡിസിന്റെ കാര്യമൊക്കെ അത് ഇവൻ എങ്ങനെ അറിഞ്ഞു എന്ന് ബൊറൂട്ടോയ്ക്ക് വല്ലാത്ത സംശയം. ഇനി ഒരു പക്ഷേ ഡോക്ടർ ആമഡോ അവൻ ഗ്രാമത്തിൽ നിന്നുകൊണ്ട് നമ്മളെ ചതിക്കുകയാണോ എന്ന് പോലും ബൊറൂട്ടോ ചിന്തിക്കും. ഓടാണെങ്കിൽ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അങ്ങനെ വെട്ടിത്തിരിപ്പിച്ച് ഇപ്പൊ കൊവാക്കിയെ ലോക്ക് ചെയ്യും. അതിനുശേഷം കൊവാക്കിയായിട്ട് അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അതിന് കൊവാക്കി അവന്റെ ക്ലൗണിനെ ക്രിയേറ്റ് ചെയ്ത് ഈസി ആയിട്ട് രക്ഷപ്പെടും. ബൊറൂട്ടോ ആണെങ്കിൽ റസൻഗൺ പവർ എടുത്ത് അവനെ അടിക്കാൻ ശ്രമിക്കും. പക്ഷെ കോഡ് അവൻ അതിൽ നിന്ന് രക്ഷപ്പെട്ട് കൊവാക്കിയുടെ മുൻപിലേക്ക് വരും. യു ആർ അൺബിലീവബിൾ, നീ എന്നോടൊപ്പം വരാന്ന് എനിക്ക് സത്യം ചെയ്തതല്ലേ? അതിന് കൊവാക്കി പറയും, ആ സത്യമൊക്കെ എക്സ്പയർ ആയി, ഇനി ഞാൻ നിന്നോടൊപ്പം വരില്ല എന്ന് പറയും. കട്ട് ചെയ്ത ഇവിടെ നറൂട്ടോ ആളുടെ സേജ് പവർ ഉപയോഗിച്ച് ബൊറൂട്ടോയുടെ ലൊക്കേഷൻ അത് എക്സാക്റ്റ് ആയിട്ട് പോയിന്റ് ചെയ്ത് ആ കാര്യം ഷിക്കമരുവിനോട് പറയും. നറൂട്ടോ ആണെങ്കിൽ ഈ ലൊക്കേഷൻ അത് ഈനോയ്ക്ക് സെൻഡ് ചെയ്യുകയാണ്. അതിനുശേഷം ഷിക്കമരുവും നറൂട്ടോയും അവർ രണ്ടുപേരും പുറപ്പെടാൻ തയ്യാറാവും. ഷിക്കമരു അവനാണെങ്കിൽ നറൂട്ടോട് ചോദിക്കും, നറൂട്ടോ നിനക്ക് ഒരുപാട് നേരം നിന്റെ സേജ് പവർ കൺട്രോൾ ചെയ്യാൻ കഴിയില്ലല്ലോ? അതിന് നറൂട്ടോ പറയും, ഇപ്പൊ എനിക്ക് ഇത്ര ടൈം വേണമെങ്കിലും എന്റെ സേജ് പവർ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് അവരവരുടെ യാത്ര ആരംഭിക്കും. അതേസമയം ഇവിടെ ബൊറൂട്ടോയും കവാക്കിയും അവർ രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് കവാക്കിയെ അറ്റാക്ക് ചെയ്യുകയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ അവന്റെ വാനിഷിംഗ് റസൻ കണ്ണ് അത് ഒരു നേരം ഉപയോഗിക്കും. കോഡാണെങ്കിൽ അവന്റെ ക്ലൗൺ ലൈനിലൂടെ അതിൽ നിന്ന് രക്ഷപ്പെട്ട് അവിടുന്ന് മറ്റൊരു ഭാഗത്തൂടെ കടന്നു വന്ന് ബൊറൂട്ടോയെ തന്നെ അറ്റാക്ക് ചെയ്യും. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ ഡോക്ടർ ആമഡോ അവനാണെങ്കിൽ ചായയോട് ക്ലാസ് റെപ്പിനോട് പറയും, കൊവാക്കി പോയത് അത് മറ്റെവിടേക്കുമല്ല, സാക്ഷാൽ കോഡിന്റെ അടുത്തേക്കാണ്. കോഡിനെ മറ്റാരോ ഒരാൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അവരെല്ലാവരും ഇപ്പൊ അപകടത്തിലാണെന്ന് പറയും. അതേസമയം ഇവിടെ ബൊറൂട്ടോ അവൻ ഒരുപാട് നേരം ഫൈറ്റ് ചെയ്തതുകൊണ്ടും ആ മരുന്നിന്റെ സൈഡ് എഫക്റ്റ് അവന്റെ ബോഡിയിൽ ഹിറ്റ് ചെയ്തുകൊണ്ടും ചക്ര പവർ കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈനായി ഒരുപാട് വേദനയിൽ അവൻ താഴേക്ക് വീണ് കിടക്കുകയാണ്. കോഡിനാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷം. അവൻ ചാടി വന്ന് ആദ്യം കൊവാക്കി അടിച്ച് താഴെയിടും. അതിനുശേഷം ബൊറൂട്ടോയ്ക്ക് നേരെ വരികയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ ഞൊട്ടിയിടയിൽ ഇപ്പൊ കോഡിനെ നോക്കും. അവൻ കോഡിനെ നോക്കേണ്ട താമസം കോഡ് അങ്ങനെ ഫ്രീസായി വാനത്തിൽ തന്നെ നിൽക്കുകയാണ്. അവൻ കാണും ആ മോമോസുക്കി അതങ്ങനെ ദൂരത്തായിട്ട് നിൽക്കുകയാണ്. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ കാര്യം പിടികിട്ടും. ആ മോമോസുക്കി അവൻ അന്ന് എങ്ങനെയാണോ ടൈം പൗസ് ചെയ്തത് അതുപോലെ തന്നെ ഇപ്പോഴും ടൈം പൗസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അടുത്ത നിമിഷം മോമോസുക്കി അവനാണെങ്കിൽ ബൊറൂട്ടോയുടെ ബോഡി അതങ്ങനെ ടേക്ക് ഓവർ ചെയ്യാണ്. അത് കണ്ട് കോഡ് അവൻ ഡബിൾ ഷോക്കാവും. മോമോസുക്കി അവൻ ബൊറൂട്ടോയുടെ റസൻഗൺ പവർ ക്രിയേറ്റ് ചെയ്ത് കോഡിന് തന്നെ ആഞ്ഞടിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.